الحمد لله رب العالمين حمدا يوافي نعمه يكافئ مزيدا اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كلت خيلتي أدركني يا رسول الله. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യ നിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകളൊക്കെ പൂർത്തീകരിച്ചിരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. പല പ്രയാസങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുകളെ കൊണ്ടും പ്രയാസപ്പെടുന്നവർ, രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. മുത്ത് മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട് നമ്മുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും, നമ്മുടെ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിന് ഒരുപാട് ഇസ്മുകളുണ്ട്. നമുക്കറിയാം 99 ഇസ്മുകൾ അല്ലാഹുവിനുണ്ട്. അതിലേറെ ഇസ്മുകളുണ്ട്. അസ്മാഉൽ ഹുസ്നയിൽ അല്ലാഹു പ്രധാനപ്പെട്ട ഇസ്മുകളാണ് 99 നാമങ്ങൾ നമ്മൾ ചൊല്ലുന്ന യാ അല്ലാഹു, യാ റഹ്മാൻ, യാ റഹീം എന്ന് തുടങ്ങുന്ന അസ്മാഉൽ ഹുസ്നയിലെ 99 100 ഇസ്മുകൾ. ആ ഇസ്മുകളിൽ പ്രധാനപ്പെട്ട ഇസ്മുകളുണ്ട്. എല്ലാ ഇസ്മുകളും പവിത്രമുള്ളതാണ്. ഏത് ഇസ്മുകളും ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അവൻ അതിന് ഉത്തരം നൽകുമെന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി പഠിപ്പിക്കുകയാണ്. സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. സഹാബത്ത് വഴി നമുക്ക്, താബീങ്ങൾ വഴി നമുക്ക്, ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഏതൊരു പ്രയാസത്തിലാണെങ്കിലും, ഏതൊരു പ്രതിസന്ധിയിലാണെങ്കിലും അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അതിനൊരുപാട് പവിത്രതയുണ്ട്. അതിനൊരുപാട് ഉത്തരങ്ങളുണ്ട്. ഏത് ഒരു ഇസ്മു ചൊല്ലിക്കൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടുമെന്ന് മഹാന്മാരായ ഉലമാകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിലെ കുറച്ച് ഇസ്മുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. യാ റസാഖ്, യാ വാസിഉ, യാ ഗനി, യാ ദൽ ജലാലി വൽ ഇക്റാം. എല്ലാ നിസ്കാര ശേഷവും ഇത് പതിവാക്കി വന്നാൽ അല്ലാഹു അവനെ സമ്പന്നനാക്കുന്നതാണെന്ന് മഹാന്മാരായ ഉലമാകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. യാ റസാഖ്, യാ വാസിഉ, യാ ഗനി, യാ ദൽ ജലാലി വൽ ഇക്റാം. ഈ 4 ഇസ്മുകൾ ഒരു മനുഷ്യൻ എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും ഇത് പതിവാക്കി പോന്നാൽ അവൻ അല്ലാഹു സമ്പന്നനാക്കുമെന്ന്
മഹാന്മാരായിരിക്കുന്ന ഉലമാകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകൾ അല്ലാഹു പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. ഈ ഇസ്മുകൾ എല്ലാ നിസ്കാര ശേഷവും നമ്മൾ പതിവാക്കിയാൽ അവനെ അല്ലാഹു സമ്പന്നനാക്കുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, കഴിയുന്നവർ ഇത് പതിവാക്കാൻ ശ്രമിക്കുക. ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും ഇത് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് പെരുമാറാവട്ടെ. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തുകൾ, മദ്ഹുകൾ, അതിൻ്റെയൊക്കെ പോരിശ കൊണ്ട്, അതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ച് പെരുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും.